മാഡം, ഒരു സംശയം ചോദിച്ചോട്ടെ? എന്തിനാണ് ഗർഭിണികൾ സ്കാൻ ചെയ്യണമെന്ന് പറയുന്നത്? ഗർഭിണികളെ എന്തിനാ സ്കാൻ ചെയ്യണമെന്ന് വെച്ചാല് ഈ ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യം ശരിയല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ സ്കാൻ ചെയ്യുന്നത്. ആദ്യത്തെ മാസത്തിൽ സ്കാൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുട്ടി ഗർഭപാത്രത്തിൽ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തുന്നതിനും ട്യൂബിലല്ലല്ലോ ഗർഭം ഉടലെടുത്തിരിക്കുന്നതെന്ന് അറിയുന്നതിനും വേണ്ടിയിട്ടാണ്. അത് കൂടാതെ നമുക്ക് ഡേറ്റ് ചെയ്യാനായിട്ട്, അതായത് പ്രസവത്തിന്റെ ഡേറ്റ് എന്നാണ് എന്ന് കണക്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും കുട്ടി ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനും കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ആയോ എന്ന് അറിയുന്നതിനും വേണ്ടിയിട്ടാണ് ആദ്യത്തെ മാസങ്ങളിലെ സ്കാൻ ചെയ്യുന്നത്. ചില സമയങ്ങളിൽ ഹെട്രോടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതായത് യൂട്രസിന്റെ ഉള്ളിലും ട്യൂബിലും ഗർഭമുണ്ടാവുന്ന അവസ്ഥയാണ് ഹെട്രോടോപിക് പ്രഗ്നൻസി. ഇത് റൂൾ ഔട്ട് ചെയ്യുന്നതിനും ആദ്യത്തെ മാസങ്ങളിൽ സ്കാൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ആദ്യത്തെ മാസത്തെ സ്കാൻ എപ്പോഴാണ് ചെയ്യേണ്ടത്? ആദ്യത്തെ സ്കാൻ ചെയ്യേണ്ടത് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഒന്ന് നോക്കണം, യൂട്രസിന്റെ ഉള്ളിൽ തന്നെയല്ലേ പ്രഗ്നൻസി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് കൃത്യമായ പീരീഡ്സ് ഉള്ളവരുടെ കാര്യത്തിലാണ് നമുക്ക് ഉടനെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയി ഒരു 5 വീക്സിന്റെ സമയത്തൊക്കെ സ്കാനിൽ കാണുകയുള്ളൂ. ഇറഗുലർ സൈക്കിൾസ് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ഡിലേ ആയിട്ട് തന്നെ സ്കാനിൽ കാണാറാവുള്ളൂ. ബീറ്റ-HCG, അതായത് പ്രഗ്നൻസി ഹോർമോൺ ഒരു 1500 മുകളിൽ വന്നാൽ മാത്രമേ നമുക്ക് സ്കാനിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതുള്ളൂ. എന്തിനാണ് ഈ സ്കാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്യൂബിലല്ലല്ലോ പ്രഗ്നൻസി എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും അതിന്റെ ഉദ്ദേശം. ഡേറ്റിംഗ് സ്കാൻ എന്നാണ് ആദ്യത്തെ സ്കാനിങ്ങിന്റെ പേര് തന്നെ പറയുന്നത്. ഈ NT സ്കാൻ എന്ന് പറഞ്ഞ എന്താണ് മാഡം? NT സ്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പ്രഗ്നൻസിയിൽ 3-ാം മാസം എടുക്കുന്ന സ്കാനാണ് NT സ്കാൻ എന്ന് പറഞ്ഞാല്. അത് 12 ആഴ്ച മുതൽ 13 ആഴ്ച 3 ദിവസം പ്രായമുള്ളപ്പോഴാണ് കുട്ടിക്ക് ഗർഭാവസ്ഥയിലെ ശിശുവിന് പ്രായമുള്ളപ്പോഴാണ് നമ്മൾ ആ സ്കാൻ ചെയ്യുന്നത്. കുട്ടിയുടെ ജനിതക വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നേരത്തെ കണ്ടെത്തുന്നതിനുള്ള സ്കാനാണ് NT സ്കാൻ. ആദ്യം ഇത് എല്ലാവർക്കും ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ യൂണിവേഴ്സലി ഡൗൺ സിൻഡ്രോം ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ആൾക്കാർക്കും, എല്ലാ ഗർഭിണികളും നിർബന്ധമായും 12 ആഴ്ചയാകുമ്പോൾ ഈ NT സ്കാൻ ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ബ്ലഡ് ടെസ്റ്റ്, ഡബിൾ മാർക്കർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റും കൂടെ ചെയ്യുന്നതിനെയാണ് കമ്പൈൻഡ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഭൂരിഭാഗം എല്ലാ ഗർഭസ്ഥ ശിശുക്കൾക്കും ഈ ജനിതക വൈകല്യങ്ങളുണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യുന്നതിനാണ് പ്രധാനമായും NT സ്കാൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാവുന്ന രീതിയിലുള്ള അംഗവൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യുന്നതിനും NT സ്കാൻ നമ്മളെ സഹായിക്കും. NT സ്കാനും അനോമലി സ്കാനും ഒന്നാണോ? അല്ല. NT സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-ാം മാസത്തിൽ ജനിതക വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന സാധനമാണ്, സ്കാനാണ് NT സ്കാൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ അനോമലി സ്കാൻ എന്ന് പറഞ്ഞാൽ 5-ാം മാസത്തിൽ ചെയ്യുന്ന സ്കാനാണ്. 20 മുതൽ 22 ആഴ്ചയുടെ ഇടയിൽ ചെയ്യുന്ന സ്കാനാണ് NT സ്കാൻ, അനോമലി സ്കാൻ എന്ന് പറയുന്നത്. കുട്ടിക്ക് എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന സ്കാനാണ് ഈ അനോമലി സ്കാൻ. അതിലൂടെയാണ് 24 ആഴ്ച വരെയാണ് നമുക്ക് മെഡിക്കോ ലീഗലി ബേബീനെ അബോർട്ട് ആക്കാനായിട്ടുള്ള ലീഗൽ പെർമിഷൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 22 ആഴ്ചയിൽ തന്നെ അംഗവൈകല്യങ്ങൾ സ്കാൻ അല്ലെങ്കിൽ അനോമലി സ്കാൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അനോമലി സ്കാൻ കഴിഞ്ഞാൽ പിന്നെ അവസാന മാസങ്ങളിൽ സ്കാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവസാന മാസങ്ങളിൽ സ്കാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ കുട്ടിയുടെ കിടപ്പ്, തൂക്കം, അനക്കം, വെള്ളം അതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. കുട്ടിയുടെ കിടപ്പിനനുസരിച്ചിട്ടാണ് നമ്മളുടെ പ്രസവത്തിന്റെ രീതി, അല്ലെങ്കിൽ സിസേറിയൻ വേണോ നോർമൽ ഡെലിവറി വേണോ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് എന്തായാലും അവസാന മാസങ്ങളിൽ സ്കാനിന്റെ ആവശ്യകതയുണ്ട്. അത് കൂടാതെ കുട്ടിക്കുള്ള രക്തോട്ടം, എന്തെങ്കിലും വളർച്ചക്കുറവുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് അവസാന മാസങ്ങളിലെ സ്കാനിൽ തന്നെയാണ്. അതുകൊണ്ട് അനോമലി സ്കാൻ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും അവസാന മാസങ്ങളിൽ സ്കാൻ ചെയ്യാതിരിക്കരുത്. അത് മാത്രമല്ല, മറുപിള്ളയുടെ പൊസിഷൻ താഴെയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് കൂടെ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് അവസാന മാസങ്ങളിൽ സ്കാൻ ആവശ്യമുണ്ട്. ഒരു ഏകദേശം 32-34 ആഴ്ചയിലാണ് സാധാരണഗതിയിൽ അവസാന മാസങ്ങളിൽ സ്കാൻ ചെയ്യാറ്. ഗർഭിണിയായിരിക്കുമ്പോൾ ഇത്രയധികം സ്കാൻ ചെയ്യുന്നത് കൊണ്ട് കോംപ്ലിക്കേഷൻസ് വല്ലതുമുണ്ടോ? ഇല്ല, നമ്മൾ പ്രഗ്നൻസി ചെയ്യുന്ന സ്കാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. പ്രഗ്നൻസിയിൽ കുഴപ്പം എന്ന് പറയുന്നത് CT സ്കാൻ പോലുള്ള സ്കാൻ, എക്സ്റേ ഒക്കെയാണ് പ്രഗ്നൻസിയിൽ പ്രശ്നമുള്ളത്. അൾട്രാസൗണ്ട് സ്കാനിന് ബേബീനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവും ഇല്ലാത്തതാണ്. ഒരു മെക്കാനിക്കൽ ഇഫക്റ്റ് അല്ലെങ്കിൽ ചൂട് എന്നൊക്കെ വേണമെങ്കിൽ സയന്റിഫിക് ആയിട്ട് പറയാമെങ്കിലും സാധാരണഗതിയിൽ ഈ തെളിയിക്കപ്പെട്ടുള്ള യാതൊരുവിധ പ്രോബ്ലംസും അൾട്രാസൗണ്ട് സ്കാനിന് ഇല്ല.